ബർത്ത്ഡേ ഷോപ്പിങ്ങിന് വന്നതാട്ടോ ഡോളർ ട്രീയിൽ. ഇങ്ങനത്തെ കുറച്ച് ഹീലിയം ബലൂൺസിന്റെ ഓർഡർ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേയുടെ അന്ന് വന്ന് കളക്ട് ചെയ്താൽ മതി, അപ്പോഴേക്കും അവർ ഫില്ല് ചെയ്ത് വെക്കും. ഡെക്കറേറ്റീവ് ഐറ്റംസ് വാങ്ങാനാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത്. അപ്പം ഈ ഒരു ഹാപ്പി ബർത്ത്ഡേ ബാനർ എടുത്തു. പിന്നെ ടേബിളിന്റെ മുകളിൽ ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഈ 2 കപ്പ് എടുത്തു. പിന്നെ അതിന്റെ പിറ്റേ ദിവസം ഞങ്ങൾ കേക്കിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയി. സാംസ് ക്ലബിലാണ് പോയത്. അവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കേക്കിന്റെ കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു. ഡിസൈൻസ് ഒക്കെ കണ്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചു പോയി ഏതെടുക്കണമെന്ന്. അവസാനം ഞങ്ങൾ ഈ സഫാരി ആനിമൽ ഡിസൈൻ ഫിക്സ് ചെയ്തു. ബർത്ത്ഡേ പാർട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു തീമോ കളർ കോഡോ ഒന്നും ഇല്ല, അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് പച്ച ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കേക്കിന്റെ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളിങ്ങനെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കണം, എപ്പോൾ വന്നിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന് ഏത് ഫ്ലേവർ വേണമെന്ന് സെലക്ട് ചെയ്യണം. വലിയ ഓപ്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ല, 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ്, ചോക്ലേറ്റ്, മാർബിൾ. ഞങ്ങൾ ചോക്ലേറ്റ് ആണ് ഓപ്റ്റ് ചെയ്തത്. പിന്നെ കേക്കിന്റെ മുകളിൽ എന്താ എഴുതേണ്ട, അത് ഏത് കളറിലാന്നൊക്കെ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. അവിടെ ഞങ്ങൾ നേരെ ഡ്രസ്സിന്റെ ഷോപ്പിങ്ങിന് വേണ്ടി പോയി. ഒരു ലോഡ് ഡ്രസ്സായിട്ട് അകത്തേക്ക് പോകുന്നത്. ഇത്ര ഡ്രസ്സ് മതിയോ എന്ന് അതിലേട്ടൻ കളിയാക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞു ബാക്കി വന്നിട്ട് എടുക്കാന്ന്. ഇവിടെ അങ്ങനെ ഇത്ര ഡ്രസ്സ് മാത്രമേ ഉള്ളിലേക്ക് എടുക്കാൻ പാടൂ, അങ്ങനെ ലിമിറ്റ് ഒന്നും ഇല്ല, എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം. എന്താ അതിലേട്ടന് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും കേക്കിന്റെ കളറും പച്ചയാണല്ലോ, എന്നാൽ പിന്നെ അങ്ങനെ മാച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ഇതെനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, പക്ഷെ അതിലേട്ടൻ പറയുന്നത് ഭയങ്കര ലൂസാണ്. ഓക്കെ, റിജക്റ്റഡ്. അതിലേട്ടൻ ഇത് ഇഷ്ടമായി, അതുകൊണ്ട് ഇതും എടുത്തു. ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിയുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞു. പിന്നെ വയറിന്റെ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഇതും അങ്ങ് ഒഴിവാക്കി. പിന്നെയും കുറെ ഇട്ട് നോക്കി, ട്രാൻസ്പാരന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു, പിന്നെ അതൊക്കെ ഒഴിവാക്കി. അവിടെ ഞങ്ങൾ നേരെ വേറെ ഷോപ്പിലേക്ക് വന്നു. മെയിനായിട്ട് അതിലേട്ടൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത്. ഓഹോ, എന്റെ കൂടെ മാച്ചിങ് ആക്കാനാണല്ലേ പച്ച തന്നെ എടുത്തത്. ആദ്യത്തെ ടീഷർട്ട് എനിക്ക് നല്ല ഇഷ്ടമായി, അതുകൊണ്ട് അത് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഇത് ഓക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇത് എടുത്തില്ല. പിന്നെ ഇതും അതിലേട്ടന് രസമുള്ളതായി തോന്നി, അതുകൊണ്ട് ഇതും സെലക്ട് ചെയ്തു. കുറച്ച് ലൂസ് ആണെങ്കിലും വൈറ്റ് രസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, വൈറ്റ് ചുമ്മാ പ്ലെയിൻ ആയിട്ട് ഇടാനല്ല, ഞാനിങ്ങനെ സ്റ്റൈലിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരേ ഡ്രസ്സിങ് ട്രയൽ നോക്കലായിരുന്നു. ഇവിടെയൊക്കെ ഫാമിലി ഫിറ്റിംഗ് റൂം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ട്രയൽ റൂമിന്റെ ഉള്ളിലേക്ക് കയറി. ഓരോ പ്രാവശ്യം പുറത്ത് വന്ന് ഇങ്ങനെ കാണിക്കണ്ടല്ലോ. അവസാനം എന്നെക്കാട്ടും കൂടുതൽ ഡ്രസ്സ് ഇട്ടോക്കിയതും ഡ്രസ്സിംഗ് റൂമിൽ ടൈം സ്പെൻഡ് ചെയ്തത് അതിലേട്ടനാണ്. ഫൈനലി ഇത് ഫിക്സ് ചെയ്തു. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ ഒരെണ്ണം പൊക്കി. ഡ്രസ് ഷോപ്പിംഗ് കഴിഞ്ഞ് പാക ടയേർഡായി പോയിരുന്നു, അതുകൊണ്ട് ഇന്നാണ് ഞങ്ങൾ റിട്ടേൺ ഗിഫ്റ്റ്സ് വാങ്ങാൻ പുറത്തേക്ക് വന്നത്. ഇവിടെ പാർട്ടി പരിപാടികളൊക്കെ നടത്തുമ്പോൾ റിട്ടേൺ ഗിഫ്റ്റ്സ് മസ്റ്റ് ആണ്. മോളുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ വരുന്ന കുട്ടികൾക്കാണ് നമ്മൾ റിട്ടേൺ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. അത് വാങ്ങാനാണ് നമ്മൾ ഈ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള സെക്ഷനിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ കുക്കു ആകെ ത്രില്ലായിരുന്നു. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായിട്ട് ഓടി നടക്കുമായിരുന്നു. അവസാനം ഓരോ ഏജ് ഗ്രൂപ്പിന് പറ്റുന്ന പോലത്തെ കുറച്ച് ഗിഫ്റ്റ്സ് എടുത്തു. കുക്കുവിന് ഓൾറെഡി ഒരു ബർത്ത്ഡേ ഡ്രസ്സ് ഉണ്ട്, അതുകൊണ്ട് അത് വാങ്ങേണ്ടി വന്നില്ല. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ പറ്റുന്ന പോലത്തെ കുറെ പുതിയ ഡ്രസ്സുകളും ഉണ്ട്. നാട്ടിൽ നിന്ന് അയച്ചതും കുറെ കിട്ടി. പക്ഷെ നമുക്ക് ഇത്രയും ഡ്രസ്സ് എടുത്തിട്ടും കുക്കുവിനൊന്നും എടുത്തില്ലല്ലോ എന്ന് തോന്നിയതുകൊണ്ടും പിന്നെ ഈ സെക്ഷൻ കണ്ട എന്തെങ്കിലും എടുക്കാൻ എപ്പോഴും തോന്നും. അതുകൊണ്ട് ഡെയിലി വെയർ ടൈപ്പിൽ 3 കുഞ്ഞി ക്യൂട്ട് ഡ്രസ്സ് എടുത്തു.